1935 വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കുണ്ടായ ഒരു അസാധാരണ ദർശനത്തിൽ നിന്നാണ് കരുണയുടെ ജപമാല എന്ന പ്രാർത്ഥന രൂപം കൊള്ളുന്നത്. ദൈവം ഒരു നഗരത്തെ ശിക്ഷിക്കാനായി മാലാഖയെ അയച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചെങ്കിലും ആദ്യം ഫലം കണ്ടില്ല. എന്നാൽ പെട്ടെന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ വെളിപാടുണ്ടാവുകയും ഫൗസ്റ്റീനയുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരുകയും ചെയ്തു. ലോകത്തിന്റെ പാപപരിഹാരത്തിനായി ഈശോയുടെ തിരുശരീരവും രക്തവും പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന ചൊല്ലിയതോടെ ശിക്ഷാവിധി നീക്കപ്പെട്ടു. അടുത്ത ദിവസം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫൗസ്റ്റീനയ്ക്ക് ഈ പ്രാർത്ഥന എപ്രകാരം ചൊല്ലണമെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതിനെയാണ് ഇന്ന് നാം കരുണയുടെ കൊന്ത എന്ന് വിളിക്കുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ലോകം മുഴുവൻ്റെയും രക്ഷ ലക്ഷ്യമാക്കിയാണ് ഈ പ്രാർത്ഥന നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ കരുണയുടെ കൊന്തയെക്കുറിച്ച് ഈശോ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത്യന്തം പ്രത്യാശ നിർഭരമാണ്. ഈ കൊന്ത ഭക്തിപൂർവ്വം ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും മരണസമയത്ത് ദൈവത്തിന്റെ വലിയ കാരുണ്യം ലഭിക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം. മരണസന്നരായവർക്ക് വേണ്ടി ഇത് ചൊല്ലുമ്പോൾ താൻ ഒരു വിധികർത്താവായിട്ടല്ല, മറിച്ച് കാരുണ്യമുള്ള രക്ഷകനായിട്ടായിരിക്കും പിതാവായ ദൈവത്തിന് മുൻപിൽ അവർക്കായി നിലകൊള്ളുക എന്ന് ഈശോ അരുൾ ചെയ്തിട്ടുണ്ട്. പാപികൾക്ക് വേണ്ടിയുള്ള അവസാനത്തെ രക്ഷാമാർഗമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എത്ര കഠിന ഹൃദയനായ പാപിയാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അയാൾ ദൈവത്തിന്റെ അപാരമായ കൃപയ്ക്ക് അർഹനാകും. കൂടാതെ ദൈവഹിതത്തിന് അനുയോജ്യമായ ഏത് കാര്യവും ഈ കൊന്ത വഴി ചോദിച്ചാൽ അത് ലഭിക്കുമെന്നും തന്റെ കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് അവർ ഊഹിക്കുന്നതിനും അപ്പുറവുമുള്ള കൃപകൾ നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഈശോ ഫൗസ്റ്റീനയോട് വാഗ്ദാനം ചെയ്തു. ഉച്ചകഴിഞ്ഞ് 3 മണി സമയത്ത് ഈ ജപമാല ചൊല്ലാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ കരുണയുടെ തിരുനാളിന് മുന്നോടിയായുള്ള 9 ദിവസത്തെ നൊവേനയായും ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ പാപഭാരങ്ങൾക്കിടയിൽ മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രത്യാശയുടെ അടയാളമാണ് ദൈവകരുണയുടെ ഈ ജപമാല.